ഇതുവരെ കാണാത്തൊരു പ്രതിസന്ധിയാണ് ഉണ്ടായത് എന്നല്ല, ഉണ്ടാക്കി വെച്ചത് പോലീസ് എന്ന് തന്നെ വേണം പറയാൻ. ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പരാതിന്മേൽ ഇപ്പോൾ നടപടി വന്നിട്ടുണ്ടായിരുന്നു. ഈ നടപടി അത് തൃശ്ശൂരിന്റെ മണ്ണിൽ എങ്ങനെ പ്രതിഫലിക്കും? തീർച്ചയായും വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് പൂരത്തിൽ ഉണ്ടാക്കിയിരുന്നത്. അത് പോലീസിന്റെ അമിതമായ ഇടപെടൽ മൂലമാണെന്ന് ഇരു ദേവസ്വങ്ങളും, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്കും പുറമെ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും തന്നെ പറയുകയുണ്ടായതാണ്. എല്ലാവരും അതിന്റെ തിക്തഫലം അനുഭവിക്കുകയും ചെയ്തതാണ്. കാരണം പലർക്കും പൂരം കാണാൻ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ വലിയ വഴിവെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കിത് അശോകനെതിരെ രൂക്ഷമായ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച അത് കമ്മീഷണർ ആണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ദേവസ്വങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ തൃശൂർ പ്രസ് ക്ലബ്ബും കമ്മീഷണർക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ACP കമ്മീഷണറുടെ നടപടികൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ ദേവസ്വങ്ങൾ പറയുന്നത്. കാരണം അദ്ദേഹവുമായി ACPയും സുദർശനുമായി മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. പക്ഷേ രണ്ടുപേർക്കെതിരെയും എന്തായാലും നടപടി എടുത്തിട്ടുണ്ട്. ഈ നടപടിയെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഒരു ത്രികോണ പോര് നടക്കുന്ന തൃശ്ശൂരിൽ ഈ പൂരം പോലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അലങ്കോലപ്പെടുത്തിയതിൽ പോലീസിന് നിർണായക പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ LDF സ്ഥാനാർത്ഥി പോലും അത് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് കുറച്ചൊന്നുമല്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധിയിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുക എന്നൊരു കാര്യം കൂടിയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ നടപടി എടുത്താൽ അത്രത്തോളം ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും വന്ന സാഹചര്യത്തിലാണ് കമ്മീഷണർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ വിവാദമാണ് ഉയർന്നിരുന്നത്. രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അതിവേഗം നടപടിയിലേക്ക് എത്തുകയാണ്. LDF സ്ഥാനാർത്ഥി പോലും പോലീസിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും ഇന്ന് കണ്ടതാണ്. ഈ രീതിയിൽ പെട്ടെന്ന് നടപടി എടുത്തില്ല എങ്കിൽ ഏത് രീതിയിൽ അത് തങ്ങൾക്കെതിരാകും, അത് പ്രതിഫലിക്കും എന്നുള്ള വ്യക്തമായ ബോധ്യം ഒരുപക്ഷെ സർക്കാരിനുണ്ടായിരിക്കണം, LDFനുണ്ടായിരിക്കണം. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു നടപടി വന്നിരിക്കുന്നത്. എന്നാലും പൂരത്തിനിടെ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധി, ആ ഒരു അലങ്കോലപ്പെടുത്തി എന്നുള്ള ആ ഒരു വിമർശനം, അത് ഇല്ലാതാക്കാൻ ഈ ഒരു നടപടി കൊണ്ട് കഴിയുമോ? അത് തീർച്ചയായിട്ടും ഇല്ല പൂജ. കാരണം ഈ അതിഭംഗിയായി അവസാനിക്കേണ്ട പൂരം ചടങ്ങുകൾ അലങ്കോലമാക്കുകയും അതൊരു എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഈ പൂരം കാണാനും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ വെടിക്കെട്ട് കാണാനുമൊക്കെ ഈ ഉറക്കൊളച്ച് കാത്തിരുന്ന ആൾക്കാരെ, പൂരപ്രേമികളെ നിരാശരാക്കുകയും ചെയ്ത നടപടി, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ സിറ്റി പോലീസിന് തന്നെയായിരുന്നു. അത് സംബന്ധിച്ച് എല്ലാ അന്വേഷണവും, കാരണം രാവിലെ തന്നെ മുഖ്യമന്ത്രി DGPയോട് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. DGPയുടെ അടക്കം ഇന്റലിജൻസിന്റെ അടക്കം റിപ്പോർട്ടുകൾ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കും പോലീസിന്റെ ആ പൂരത്തിന്റെ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാർക്കും എതിരാണ്. മാത്രമല്ല അവിടെയുള്ള ദേവസ്വങ്ങളിൽ നിന്നും ഒക്കെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പൂരച്ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പൂരത്തിന്റെ പകൽ ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെ പോലീസ് അമിതമായ നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരികയും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പൂരം നടത്തിപ്പുകാർക്കും ആസ്വാദകർക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ പോലീസ് ഉണ്ടാക്കി. മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ നേരിട്ട് നിന്ന് ഈ പോലീസുകാരുടെ കൂടെ, സാധാരണ പോലീസുകാരൻ ചെയ്യേണ്ട പണി പോലും ആ കമ്മീഷണർ തന്നെ ഏറ്റെടുത്ത് പൂരം നടത്തിപ്പുകാർക്കെതിരെയും അല്ലെങ്കിൽ പൂരം കാണാൻ വന്നവർക്കെതിരെയും ഒക്കെ അമാന്യമായ ഭാഷ ഉപയോഗിക്കുന്ന വീഡിയോകളും പുറത്തു വന്നു. അത് വ്യാപകമായി തൃശ്ശൂരിലുമൊക്കെ വിവിധ ഗ്രൂപ്പുകളിൽ അത് പ്രചരിക്കുന്നുണ്ട്. അത്തരം വീഡിയോകളുമൊക്കെ ഈ നടപടിക്ക് കാരണമായി. അതൊരു ചെറിയ ക്ഷീണമല്ല സർക്കാരിനും പോലീസിനും ഒപ്പം തന്നെ ഇടതുമുന്നണിക്കും തൃശ്ശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്. സർക്കാരിന് സാധാരണഗതിയിലൊരു കടുത്ത നടപടിയൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി പോലീസിന്റെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് സർക്കാരിന് നേരിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി തന്നെ ഇപ്പോൾ തൽക്കാലം ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിലേക്കും അവിടെ നിന്ന് പകരം പോസ്റ്റിംഗ് നൽകാത്ത ഒരു തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കടുത്ത നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പോലീസിന്റെ